ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റി എം ഹസനെ താൽക്കാലിക പ്രസിഡന്റായി എ.ഐ.സി.സി നേതൃത്വം ചുമതലപ്പെടുത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അധ്യക്ഷ സ്ഥാനം തിരികെ നൽകാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ഇപ്പോൾ സുധാകരൻ. സാങ്കേതിക തടസ്സമാണ് തീരുമാനം വൈകാൻ കാരണമെന്നാണ് എ.ഐ.സി.സിയുടെ വിശദീകരണം. എന്നാൽ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മാറ്റാനുള്ള നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടെന്ന സംശയത്തിലാണ് സുധാകരൻ ഇപ്പോൾ. വോട്ടെടുപ്പിനു പിന്നാലെ കെ.പി.സി.സി അവലോകന യോഗത്തിൽ സുധാകരനെ വീണ്ടും പാർട്ടി അധ്യക്ഷനായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ നേതൃത്വം പറഞ്ഞത്. എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല, എം ഹസനോട് തുടരാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിർദ്ദേശിക്കുകയും ചെയ്തു. ഫലം വരുന്നതുവരെയാണ് താൽക്കാലിക ചുമതലയെന്നാണ് ദീപാദാസ് പറയുന്നത്. ഇതോടെ തന്റെ നിരാശ കെ.പി.സി.സി യോഗത്തിൽ തന്നെ കെ സുധാകരൻ പ്രകടിപ്പിച്ചു. വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയും പദവി കൈമാറാൻ വൈകേണ്ട കാര്യം എന്താണെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. തനിക്കെതിരെ പിന്നിൽ നിന്ന് ചിലർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവും സുധാകരനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നതായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത്. എന്നാൽ അധ്യക്ഷ പദം ഏറ്റെടുത്ത അന്നു മുതൽ സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. സുധാകരന്റെ RSS, BJP അനുകൂല പ്രതികരണങ്ങൾ പാർട്ടി നേതൃത്വത്തെയും ഘടക കക്ഷികളെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം അടക്കമുള്ള കക്ഷികൾ ഇക്കാര്യത്തിൽ ശക്തമായ അതൃപ്തി പ്രകടമാക്കി രംഗത്തെത്തുകയും ചെയ്തു. സുധാകരന്റെ നെഹ്റു വിരുദ്ധ പരാമർശം എ.ഐ.സി.സിയെയും ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അധ്യക്ഷനെ മാറ്റുന്നത് തെറ്റായ സന്ദേശം നൽകിയേക്കുമെന്നുള്ള ആശങ്ക നേതൃത്വത്തിനുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്താതിരുന്നതെന്നാണ് വിലയിരുത്തൽ. ഗ്രൂപ്പുകൾ പൊളിച്ച് പാർട്ടിയെ മുന്നോട്ട് നയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സുധാകരനും പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനും കോൺഗ്രസിന്റെ അമരത്ത് എത്തുന്നത്. എന്നാൽ ഇരുവരും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ലെന്നതും സുധാകരനെ മാറ്റാനുള്ള സാധ്യതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നതും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അതേസമയം സുധാകരന് പകരക്കാരനായി എം ഹസനും വേണ്ടെന്നാണ് നേതാക്കളിൽ ചിലരുടെ അഭിപ്രായം. പുതിയ നേതാക്കൾ എത്തുന്നത് പാർട്ടിക്ക് ഊർജം പകരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഫലം വന്ന ശേഷം സംഘടനയിൽ വലിയ അഴിച്ചുപണി ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അധ്യക്ഷൻ തെറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ടി.എൻ. പ്രതാപൻ, ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവരുടെ പേരുകളെല്ലാം അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നേതൃത്വത്തിന്റെ മനസ്സറിയാനുള്ള കാത്തിരിപ്പിലാണ് എ.ഐ ഗ്രൂപ്പുകൾ. അതേസമയം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞത് മുന്നണി നേതൃത്വങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കണ്ണൂരിലെ UDF സ്വാധീന മേഖലകളിൽ ഗണ്യമായ രീതിയിലാണ് പോളിംഗ് ശതമാനം ഇടിഞ്ഞത്. UDF MLA-മാരുള്ള ഇരിക്കൂറിലും പേരാവൂരിലുമാണ് കണ്ണൂരിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്. മലയോര മേഖലയിലെ പരമ്പരാഗത വോട്ടുകൾ ചോർന്നുവെന്നാണ് UDF പറയുന്നത്. പരമ്പരാഗത കോൺഗ്രസ് വോട്ട് ബാങ്കുള്ള ഇരിക്കൂറും പേരാവൂരും പോളിംഗ് ശതമാനം കുറഞ്ഞ ആശങ്കയിലാണ് UDF. പരമ്പരാഗത വോട്ടുകൾ ലഭിച്ചില്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പ്രചരണ സമയത്തും മലയോര മേഖലയിൽ UDF-ന് ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. വന്യമൃഗ ആക്രമണം, റബ്ബർ വിലയിടിവ് തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിൽ കാര്യക്ഷമമായി ഇടപെടാത്തതും സുധാകരനോടുള്ള അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്നാണ് LDF നേതാക്കൾ പറയുന്നത്. എന്നാൽ നവാഗത വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താത്തത് മൂന്ന് മുന്നണികളെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് UDF നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്തുതന്നെയായാലും വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച C. രഘുനാഥ് കോൺഗ്രസ് പാളയത്തിൽ കയറി വോട്ട് കരസ്ഥമാക്കിയാൽ തങ്ങൾക്ക് വിജയം ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് LDF. എന്നാൽ BJPക്ക് വോട്ട് വർധനമുണ്ടാകില്ലെന്നും തങ്ങളുടെ കോട്ടകൾ ഭദ്രമാണെന്നുമാണ് UDF പറയുന്നത്.